മോനെ തൊട്ടപ്പുറത്ത് വെറ്റിലപ്പാറ ജംഗ്ഷനിൽ ഇന്നലെ വൈകുന്നേരം വന്ന കാട്ടാന അന്തർ സംസ്ഥാന പാതയായ ആനമല റോഡിൽ കുറച്ചു സമയം നിലയുറപ്പിച്ചു. തുടർന്ന് റോഡിലൂടെ സഞ്ചരിച്ച് ഫോറസ്റ്റ് സ്റ്റേഷന്റെ പുറകിൽ വന്ന് തിരികെ വീണ്ടും എണ്ണപ്പനത്തോട്ടത്തിലേക്ക് കയറി. ഈ സമയം സ്കൂൾ കുട്ടികളും നാട്ടുകാരും വിനോദസഞ്ചാരികളുമടക്കം നിരവധി ആളുകളാണ് ഈ ഭാഗത്തുണ്ടായിരുന്നത്. വനപാലകരും വാച്ചർമാരും വന്ന് പടക്കം പൊട്ടിച്ച് ഓടിക്കാൻ ശ്രമിച്ചെങ്കിലും ആന പ്ലാന്റേഷൻ തോട്ടത്തിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഇന്നലെ ഉച്ചയ്ക്ക് പ്ലാന്റേഷൻ മേഖലയിൽ ഏഴെട്ടുമുഖം പ്രകൃതി ഗ്രാമത്തിന് സമീപവും ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങിയിരുന്നു. വൈകുന്നേരം തുമ്പൂർമൊഴി ഭാഗത്ത് ആനക്കുഞ്ഞടക്കം ആനക്കൂട്ടം അല്പനേരം ഗതാഗതം സ്തംഭിപ്പിച്ചു. തുമ്പിക്കൈയില്ലാത്ത കാട്ടാനക്കുഞ്ഞും തള്ളയാനയും ഇന്നലെ അതിരപ്പള്ളി റോഡിലെത്തി. വേനലിൽ കാട്ടരുവികളും ചോലകളും വറ്റിവരണ്ടതോടെ തീറ്റയും വെള്ളവും തേടി രാപ്പകൽ വ്യത്യാസമില്ലാതെ ജനവാസ മേഖലയിലും കൃഷിയിടങ്ങളിലും ഇറങ്ങി കാട്ടാനകൾ നാശമുണ്ടാക്കുന്നു. ആനകൾ ഇറങ്ങുന്നത് തടയാൻ പുഴയുടെ അരികിലൂടെ തുമ്പൂർമൊഴി മുതൽ അതിരപ്പള്ളി വരെയുള്ള ഭാഗങ്ങളിൽ സൗരോർജ്ജ വൈദ്യുതി വേലി സ്ഥാപിക്കാൻ പദ്ധതിയുണ്ട്. എന്നാൽ ഇതുവരെയും പദ്ധതിയുടെ നിർമ്മാണം എങ്ങും എത്തിയിട്ടില്ല. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.